ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് ട്രാവൽ സീസണിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മളുള്ളത് ചിറാപുഞ്ചിയിലാണ് കേട്ടോ. ഞാനിപ്പോൾ പോകുന്നത് അർവ കേവ്സ് എന്നുള്ളൊരു കേവ് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഒരു വാക്കവ് എന്നുള്ളൊരു നല്ലൊരു വാട്ടർഫാൾ ഉണ്ട്. വാട്ടർഫാളിലേക്ക് ഇറങ്ങുന്നില്ല കാരണം വെള്ളമൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് അടിപൊളി വിഷ്വൽസ് നമുക്ക് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എന്തായാലും എല്ലാവരും കൂടെ കൂടിക്കോളൂ. ഇന്നത്തെ പുതിയൊരു ട്രാവൽ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് നമ്മൾ വണ്ടി ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ വിദേശത്തെ ഏതോ രാജ്യത്ത് എത്തിയ പോലെ ഉണ്ടെന്ന്. കാരണം ആ ഒരു പച്ചപ്പും രണ്ട് സൈഡുള്ള പുൽമേടുകളൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണ്. വിദേശത്തൊന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, മേഘാലയയിലാണ്. അത്രയും വൃത്തിയുള്ളൊരു സ്ഥലം ഞാനിപ്പോൾ അടുത്തൊന്നും യാത്ര ചെയ്തതിൽ കണ്ടിട്ടില്ല. വളരെ വൃത്തിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ മഴ ഇവിടെ ഇഷ്ടം പോലെ ലഭിക്കും. ചിറാപുഞ്ചി ഈ ഒരു ഭാഗത്ത് മഴ എപ്പോഴും ഉള്ളതാണ്. അതായത് ഒരു മണിക്കൂർ കൂടുമ്പോൾ മഴ കിട്ടുന്നുണ്ട്. പണ്ടത്തെ തോതിലുള്ള മഴയൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ഒരു മണിക്കൂർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്. ഓരോ ലൊക്കേഷനിൽ മഴ ഉണ്ടായിരിക്കും, ചില സ്ഥലത്ത് മഴ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചിറാപുഞ്ചിയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ അടുത്തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ വ്യൂ ഒന്ന് കാണാം. എന്താ വിഷ്വൽസ് ഇല്ലേ? ഈ വിഷ്വൽസൊക്കെ കാണുമ്പോഴാണ് കയ്യിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം ഇപ്പോൾ ഉപയോഗപ്പെട്ടേനെ. എന്തായാലും നിങ്ങൾക്ക് വിഷ്വൽസ് ഇഷ്ടമായിച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നും നമുക്കറിയാൻ താല്പര്യമുള്ളതാണ്. ഇപ്പം ഞാൻ ഷില്ലോങ്ങിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇപ്പോൾ ചിറാപുഞ്ചി എത്തി. ഇവിടുത്തെ ലോക്കൽ ഗ്രാമങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചിറാപുഞ്ചിയിലുള്ള ഡെസ്റ്റിനേഷനിൽ ഒന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ മേഘാലയയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേവുകളുണ്ട്. അതുപോലെ ഒരു കേവിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മേഘാലയ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്കൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരാം. ആ സൈഡിലൊക്കെ കണ്ടോ, ചെറിയ ചെറിയ മലകളാണ്, അതിൻ്റെ മേലെ മേഘങ്ങൾ. എന്താണ് ആ വ്യൂ അല്ലേ? ഒരു രക്ഷയില്ല, കിടിലൻ വ്യൂ ആണ് കേട്ടോ. എന്തായാലും മുന്നിൽ ഒരു ലോറി വന്ന് വിട്ടിട്ടുണ്ട്. അതിനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളിയാണ് കണ്ടോ. മേഘങ്ങളും അതിനോട് ചേർന്ന് ചെറിയ ചെറിയ തടാകങ്ങളും അതിനോട് ചേർന്നുള്ള റോഡ്, അപ്പുറത്തും മലകൾ. ഒരു രക്ഷയില്ല. ഇതേയുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിടിലനാണ്. നിങ്ങൾ സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ പൊളിച്ചു. പിന്നെ അതുപോലെ തന്നെ ബൈക്കായിട്ട് വരുന്നവർക്കും ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഒരു 2500-3000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഫുൾ ലൊക്കേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും ഇവിടെ മേഘാലയയിലുള്ളത്. പെർ ഡേ ചാർജാണ് കേട്ടോ. മാക്സിമം ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾ മേഘാലയ എത്തിക്കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അർവ കേവ്സ് എന്നുള്ളൊരു കേവ്സിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് ഈ കേവ്സിനെ പറ്റിയിട്ട്. ഒരുപാട് ഫോസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടിക്കറ്റ് രൂപ 100 രൂപയാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. നടക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു മലയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോഴും ഇതുപോലെ നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ, താഴെ ചെറിയൊരു പുഴ പോലെ പുഴ ഒഴുകി പോകുന്നുണ്ട്.
നല്ലൊരു വിഷ്വൽ തന്നെ, വിഷ്വൽ ട്രീറ്റ് എന്ന് പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതുപോലെ ഈ ഒരു മലയുടെ സൈഡിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നു വന്നത്. ഇത് ഞാൻ ഇങ്ങനെ നടന്ന് മുന്നിലേക്ക് എത്തി. ചെറിയ ചെറിയ കേവിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തെത്തുന്നതോറും. കണ്ടോ, ഇതൊക്കെ ഇവർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് മുന്നുണ്ടായിരുന്ന വഴികളായിരിക്കാം. ഇപ്പം എന്തായാലും ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്തായാലും കേവിൻ്റെ അകത്ത് ഒരുപാട് ഫോസിൽസ് മേഘാലയ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠനങ്ങൾ നടത്തുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കിട്ടിയ സാധനങ്ങളുടെയൊക്കെ ഷെല്ലുകളുടെയൊക്കെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറി അകത്തെ കാഴ്ചകൾ കാണാം. കേവിൻ്റെ അകത്ത് ഒരുപാട് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. ഇതുപോലെ തന്നെ ഈ കേവ് മൊത്തം വെള്ളത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫോസിൽസൊക്കെ ഇവിടെ വന്നത്. മീനുകളുടെയാണ് പ്രധാനമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ ഫോസിൽസ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും ഇതിൻ്റെ പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാധനങ്ങൾ കിട്ടിയത് ഫുള്ള് ലൈം സ്റ്റോൺ ആണ്. ഒരു ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുള്ളത്. ഇതിപ്പോൾ ഒരു മലയുടെ ഉള്ളിലൂടെയാണ് ഈ കേവ് ഉള്ളത്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മലയുടെ ഇടയിലൂടെ. പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണ്. ചില ഭാഗത്തൊന്നും കണ്ടോ, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ പ്രത്യേക ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു കേവ് കേട്ടോ. ഇതുപോലെ ഒരുപാട് കേവുകൾ ഇവിടെ ഉണ്ട്. പറ്റാവുന്നതൊക്കെ നമ്മൾ കവർ ചെയ്യാം നമ്മുടെ വീഡിയോസിൽ. ഈ ചുമരിലൊക്കെ കണ്ടോ, ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സൂക്ഷ്മമായി നോക്കണം, ടൈം എടുത്ത് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഏതുവരെ ഉണ്ട് ഇതിൻ്റെ അവസാനം എന്ന് എനിക്കറിയില്ല. ചില ഭാഗത്തൊക്കെ തലയിടിക്കും, കുനിഞ്ഞു വേണം പോയി. ഇവിടെയൊക്കെ ഹൈറ്റ് വളരെ കുറവാണ്. എന്നാലും പോയി നോക്കാം. കുറച്ച് ടൂറിസ്റ്റുകളേ ഉള്ളൂ. ഇതുപോലെയുള്ള നല്ല ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് നമ്മുടെ വീഡിയോസ് ഇനിയും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ റെയറായിട്ടുള്ള സ്പോട്ടുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുക. മൺസൂൺ സീസണാണ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് മേഘാലയയിൽ സ്പെഷ്യലായിട്ടുണ്ടാവുക. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഈ കേവിലൊക്കെ എന്തായാലും മഴക്കാലത്ത് ഒരുപാട് വെള്ളം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വേറൊരു തരം വൈബായിരിക്കും. ഇപ്പോൾ വെള്ളം കുറവാണ്. ഈ ഉറവ് വരുന്ന വെള്ളമൊക്കെ വേനൽക്കാലത്ത് കുറവാണ്. എന്തായാലും മഴക്കാലത്ത് വേറെ തരം ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഫോസിൽസ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവികളുടെയൊക്കെ ഒരുപാട് സാമ്പിൾസ് നേരം പോലെ നിങ്ങൾ വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അത് ടൈം എടുത്ത് അത്യാവശ്യം നല്ല ടോർച്ചൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ടോർച്ചൊന്നും ഇല്ലാതെയാണ് വന്നത്. നമ്മൾ ഫോണുമായി വന്നിട്ട് ഇത്രയും കാഴ്ചകളൊക്കെ എന്തായാലും കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയതിൽ അതിലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡെസ്റ്റിനേഷൻസ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താഴെ പറഞ്ഞു തരിക. ഞാനും മാക്സിമം നല്ല ഡെസ്റ്റിനേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.